ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം. ഇന്ന് അക്ഷരമുറ്റവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. കുറച്ച് ചോദ്യങ്ങളെ കാണുകയുള്ളൂ, കാരണം നിഷാനെ നിങ്ങൾ കണ്ടല്ലോ, ഓണപരീക്ഷ എല്ലാം കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് നോട്ടിൽ എഴുതിക്കൊണ്ട് വരണം എന്ന് പറയുന്ന ആ വലിയ ടാസ്കിലാണ് നിഷാൻ ഇപ്പോൾ. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ അക്ഷരമുറ്റവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ. ഇതിൽ കൂടുതൽ ചോദ്യങ്ങൾ അക്ഷരമുറ്റം പതിപ്പിൽ നിന്നാണ് കേട്ടോ. നിഷാൻ, ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ നോക്കിക്കോ കേട്ടോ. ഐ ഹാവ് എ ഡ്രീം വളരെ പ്രശസ്തമായ ഒരു പ്രസംഗത്തെ കുറിച്ച് അക്ഷരമുറ്റം പതിപ്പിലുണ്ടായിരുന്നു. ആരാ? മാർട്ടിൻ ലൂതർ കിങ്ങിന്റേതാണ് ആ പ്രസംഗം. ഐ ഹാവ് എ ഡ്രീം. എങ്കിൽ എന്നാണ് ആ പ്രസംഗം നടത്തിയതെന്ന് പറയാവോ? ഐ ഹാവ് എ ഡ്രീം പ്രസംഗം 1963 ഓഗസ്റ്റ് 28 മാർട്ടിൻ ലൂതർ കിങ് അമേരിക്കയിലെ കറുത്തവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ പ്രസിദ്ധമായ പ്രസംഗം നടത്തിയത്. ഓക്കെ, പിന്നെ അങ്ങനെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് രണ്ട് വളരെ പ്രധാനപ്പെട്ട മറ്റ് പ്രസംഗങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ചില പ്രസംഗങ്ങളെ കുറിച്ചുകൂടെ പറയാം. നിഷാൻ, ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി അറിയാലോ? എന്തുവാ സംഭവം? വിധിയുമായി ഉണ്ടാക്കിയ ഉടമ്പടി അല്ല കൂടിക്കാഴ്ച, എന്തുവല്ലോ ആയിക്കോട്ടെ. അത് വളരെ പ്രശസ്തമായ ഒരു പ്രസംഗമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗം. അതുപോലെ തന്നെ പ്രശസ്തമായ മറ്റൊരു പ്രസംഗമാണ് മഹാത്മാഗാന്ധി മരിച്ചു കഴിഞ്ഞപ്പോൾ ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗം. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു. അതെ അതെ, ആ ദീപം പൊലിഞ്ഞു എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു എന്ന് പറയുന്ന പ്രസംഗം, അതും ജവഹർലാൽ നെഹ്റുവിന്റെ വളരെ പ്രശസ്തമായ പ്രസംഗം തന്നെയാണ്. ഓക്കെ, ഇനി 1893 സെപ്റ്റംബർ 11 നമ്മൾ പ്രസംഗങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. 1893 സെപ്റ്റംബർ 11 ഒരു പ്രസംഗം. എങ്കിൽ എഴുതി നിഷാന് പറയാൻ പറ്റുമോ? 1893 സെപ്റ്റംബർ 11 ഒരു പ്രസംഗത്തിന്റെ, നമ്മൾ പ്രസംഗത്തെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. ചരിത്രം മാറ്റിമറിച്ചൊരു പ്രസംഗം, ഒരു ഇന്ത്യക്കാരന്റെ പ്രസംഗം. യെസ്, മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക, അല്ലെ? അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ എന്ന് പറഞ്ഞ് സാക്ഷാൽ സ്വാമി വിവേകാനന്ദൻ നടത്തിയ ചിക്കാഗോ പ്രസംഗം. കാറ്റിന്റെ നഗരം എന്നറിയപ്പെടുന്ന ചിക്കാഗോയാണ് കാറ്റിന്റെ നഗരം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് 1863 നവംബർ 19 നടന്നൊരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതാണ് ഡെമോക്രസിയെ കുറിച്ചുള്ള ഡെഫിനിഷൻ. എന്താ? ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. ഫോർ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, അല്ലെ? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സംവിധാനമാണ് ജനാധിപത്യം. പറഞ്ഞതാരാ? എബ്രഹാം ലിങ്കൺ. ഏതാണ് ആ പ്രസംഗം? ഗെറ്റിസ്ബർഗ് പ്രസംഗം. കറക്റ്റ് ആണ്, ഗെറ്റിസ്ബർഗ് പ്രഭാഷണമാണത്, ഗെറ്റിസ്ബർഗ് പ്രസംഗം. ഓക്കെ, ഇനി ഒരു യുദ്ധം നടക്കുന്ന സമയം, ആ യുദ്ധം നടക്കുന്ന സമയത്ത് സ്വന്തം രാജ്യം അല്പം പിന്നോട്ട് പോയപ്പോൾ ഒരു രാഷ്ട്ര നേതാവ് ഒന്നൊരു തീപ്പൊരി പ്രസംഗം നടത്തി. വി ഷാൽ ഫൈറ്റ് ഓൺ ദ ബീച്ചസ്. അങ്ങനെയാണ് ആ പ്രസംഗം അറിയപ്പെടുന്നത്. വി ഷാൽ ഫൈറ്റ് ഓൺ ദി ബീച്ചസ്. ആ, വിൻസ്റ്റൺ ചർച്ചിലാണ് വി ഷാൽ ഫൈറ്റ് ഓൺ ദ ബീച്ചസ് എന്നുള്ള ആ പ്രസംഗം നടത്തിയിരിക്കുന്നത്. വിൻസ്റ്റൺ ചർച്ചിലിൻ്റെതാണ് കേട്ടോ. നാസികൾക്കെതിരെ ജർമ്മനിയുടെ ആക്രമണത്തിൽ ബ്രിട്ടൻ അല്പം പിന്നോട്ട് നിൽക്കുമ്പോൾ നെവിൻ ചേംബർലൈൻ ആയിരുന്നു ബ്രിട്ടന്റെ പ്രധാനമന്ത്രി. അദ്ദേഹത്തെ മാറ്റിയിട്ട് യുദ്ധകാല ക്യാബിനറ്റ് കൂടി വിൻസ്റ്റൺ ചർച്ചിലിനെ പെട്ടെന്ന് പ്രധാനമന്ത്രിയാക്കിയതാ. അത് കഴിഞ്ഞ് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമാണ്. ഓക്കെ, ഐ ആം പ്രിപ്പയർഡ് ടു ഡൈ. ഞാൻ മരിക്കാൻ തയ്യാറാണ്. ഐ ആം പ്രിപ്പയർഡ് ടു ഡൈ. ആരായിരിക്കും അങ്ങനെ പറഞ്ഞേ? ഒരു പ്രസംഗം. അത് അല്ല, വിചാരണയ്ക്ക് വേണ്ടി എത്തിയപ്പോൾ തടവറയിൽ നിന്ന് പറഞ്ഞ പ്രശസ്തമായ പ്രസംഗമാണ് ഐ ആം പ്രിപ്പയർഡ് ടു ഡൈ. അത് എല്ലാ കാലത്ത് 1964 വിചാരണക്കാലത്ത് സംസാരിച്ചത് അദ്ദേഹം. അത് കറക്റ്റായിരുന്നു. അദ്ദേഹം മരിച്ചൊന്നുമില്ല, പക്ഷേ മരണത്തിന് തുല്യമായി അദ്ദേഹം ജയിലിൽ കിടന്നു, തിരിച്ചു വന്നു, ആ രാഷ്ട്രത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചു, ആ രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായി. ആരാ? ആളുകൾ സ്നേഹപൂർവ്വം മാഡിബ എന്ന് വിളിക്കുന്ന റോബൻ ഐലൻഡിൽ വർഷങ്ങളോളം 28 വർഷത്തോളം തടവിൽ കിടന്ന ആ എ ലോങ് വോക്ക് ടു ഫ്രീഡം എന്ന ആത്മകഥ എഴുതിയ നെൽസൺ മണ്ടേലയുടെ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗമാണ് ഐ ആം പ്രിപ്പയർഡ് ടു ഡൈ. ഓക്കെ, അങ്ങനെ ഒരുപാട് പ്രശസ്തമായ പ്രസംഗങ്ങളൊക്കെ ഉണ്ട്, ഓർത്തു വെക്കുക. എങ്കിൽ അടുത്തൊരു ചോദ്യം. 1620
പിൽഗ്രിം ഫാദേഴ്സ്, തീർത്ഥാടക പിതാക്കൾ എന്ന് പറഞ്ഞൊരു വിഭാഗം ആൾക്കാർ ഏതോ രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോയ കാര്യം അറിയാവോ? റെഡ് ഇന്ത്യൻസ്. റെഡ് ഇന്ത്യൻസിന്റെ സ്ഥലത്തേക്ക്. റെഡ് ഇന്ത്യൻസ് ഉള്ളത് എവിടെയായിരുന്നു? അമേരിക്ക. അപ്പൊ അമേരിക്കയിലേക്ക് പോയത് എവിടെന്നാ? ബ്രിട്ടനിൽ നിന്നും. ബ്രിട്ടനിൽ മതപരമായിട്ടും ചക്രവർത്തിയുടെയൊക്കെ പീഡനങ്ങളൊക്കെ സഹിക്കാൻ വയ്യാതെ ബ്രിട്ടനിൽ നിന്ന് കുറച്ച് ആളുകൾ അമേരിക്കയിലേക്ക് പോയി. 1620 പോയത്. അവരെയാണ് നമ്മൾ തീർത്ഥാടക പിതാക്കൾ എന്ന് വിളിക്കുന്നത്, പിൽഗ്രിം ഫാദേഴ്സ്. അവരവിടെ പോയിട്ട് കുറച്ച് കോളനികൾ സ്ഥാപിച്ചു. കോളനികൾ സ്ഥാപിച്ചു എന്ന് പറഞ്ഞത് എത്ര കോളനികളാണെന്നറിയോ? 13 കോളനികളാണ് സ്ഥാപിച്ചത്. 13 കോളനികൾ. നിഷാൻ ഇപ്പൊ ഇത് മുഴുവൻ കേൾക്കുന്നില്ലെങ്കിൽ നീ എഴുതിക്കോ, ഇവിടെ നോക്കിയേ, ഇതൊന്ന് പിന്നീട് കേട്ട് പഠിച്ചോണം കേട്ടോ. 13 കോളനികളാണ് സ്ഥാപിച്ചത്. ആ 13 കോളനികൾ സ്ഥാപിക്കാൻ വേണ്ടി അമേരിക്കയിലേക്ക് തീർത്ഥാടക പിതാക്കളായിട്ട് ഈ ആളുകൾ പോയതൊരു കപ്പലിലാണ്. ഏത് കപ്പലിൽ? ആ കപ്പലിന്റെ പേര് പറയാം. ഒരു പ്രത്യേക പേരാണോ? ഒരു പ്രത്യേക പേരാ. അതെ. ഞാൻ ഉദ്ദേശിച്ചത് അത് പിന്നീട് എന്തെങ്കിലും ആണോ? ആ കപ്പലിന്റെ പേരിൽ ഒരു മാസത്തിന്റെ പേരുണ്ട്. ഫെബ്രുവരി. ആ കപ്പലിന്റെ പേരിൽ ഒരു മാസത്തിന്റെ പേരുണ്ട്. പിന്നെ കപ്പലിന്റെ രണ്ടാമത്തേത് മേഫ്ലവർ ആണ് കപ്പല്. മേഫ്ലവർ. ഓക്കെ 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 ഓക്കെ. എന്നാൽ ഞാൻ മേഫ്ലവർ ആണ് കേട്ടോ. കപ്പല് മേഫ്ലവർ. തീർത്ഥാടക പിതാക്കളായിട്ട് അത് 13 കോളനികൾ അമേരിക്കയിലേക്ക് പോയി 13 കോളനികൾ സ്ഥാപിച്ച ബ്രിട്ടനിൽ നിന്ന് പോയ ആൾക്കാർ, ആ തീർത്ഥാടക പിതാക്കൾ പോയ കപ്പലാണ് മേഫ്ലവർ. അടുത്തത് ശ്രദ്ധിച്ചു കേട്ടോണം. 3 കപ്പലുകളുടെ പേരാണ് ഞാൻ പറയുന്നത്. സാന്റാ മരിയ, നീന, പിൻഡ. നൈന എന്ന് ചിലടത്ത് കാണിക്കുന്നു. സാന്റാ മരിയ, നീന, പിൻഡ. ലോക ചരിത്രത്തിൽ ഈ കപ്പലുകൾക്കുള്ള പ്രസക്തി എന്ത്? സാന്റാ മരിയ, നീന, പിൻഡ. 1492 ഓഗസ്റ്റ് 3 ആരോ യാത്ര തുടങ്ങിയത് ഈ 3 കപ്പലുകളുടെ അകമ്പടിയോടെയാണ്. മഗല്ലൻ ആണ് ഒരു പായ്ക്കപ്പലിൽ ലോകം ചുറ്റി സഞ്ചരിച്ചത്. പസഫിക് ഓഷ്യന്, ശാന്തസമുദ്രത്തിന് ആ പേര് കൊടുത്തത് മഗല്ലനാണ്. അദ്ദേഹം സ്പെയിൻകാരനായിരുന്നു. പക്ഷെ മഗല്ലനല്ല. ഇതും സ്പെയിൻകാരൻ തന്നെയാണ്. 1492 അദ്ദേഹം പുറപ്പെട്ടത് ക്രിസ്റ്റഫർ കൊളംബസ്. അമേരിക്ക കണ്ടെത്തിയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. അപ്പൊ കൊളംബസ് യാത്ര കേട്ടോ. ചിക്കടി നിഷാന അമേരിക്ക കണ്ടെത്തിയ ആളാരാ? കൊളംബസ്. അദ്ദേഹം യാത്ര ചെയ്ത ക്രിസ്റ്റഫർ കൊളംബസ്. അദ്ദേഹത്തിന്റെ യാത്ര തുടങ്ങുന്ന 3 കപ്പലാണ് സാന്റാ മരിയ, നീന, പിൻഡ. അങ്ങനെയാണെങ്കിൽ ഗബ്രിയേൽ, സാവോ ഗബ്രിയേൽ. ഞാൻ പറയാം വാസ്കോഡ ഗാമ, സാവോ ഗബ്രിയേൽ, ബെറിയോ, സാവോ റാഫേൽ. 3 കപ്പലുമായിട്ടാണ് തുടങ്ങുന്നത്. സാവോ ഗബ്രിയേൽ, ബെറിയോ, സാവോ റാഫേൽ. 1497 ജൂലൈ 8 യാത്ര തുടങ്ങുന്നത് പോർച്ചുഗലിൽ നിന്ന്. ആരാ പോർച്ചുഗലിൽ നിന്ന് വാസ്കോഡ ഗാമയ്ക്ക് എല്ലാ പിന്തുണയും കൊടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു വിട്ട ആ രാജാവ്? പറയാവോ? മാനുവൽ രാജാവ്. ഞങ്ങളുടെ എക്കണോമിക്സ് സാറിന്റെ പേര് ഞാൻ ഓർക്കാം. മാനുവൽ രാജാവാണ് കേട്ടോ പോർച്ചുഗലിലെ. HMS ബീഗിൾ ഒരു കപ്പലിന്റെ പേരാ. HMS ബീഗിൾ. ഗാലപ്പഗോസ് ദ്വീപ്. യെസ്, ഗാലപ്പഗോസ് ഐലൻഡ് ഇക്വഡോറിന്റെ കീഴിലുള്ളത്. പരിണാമ സിദ്ധാന്തം. ചാൾസ് ഡാർവിൻ തന്റെ പരീക്ഷണങ്ങളൊക്കെ നടത്തിയത് ഗാലപ്പഗോസ് ഐലൻഡിലാണ്. അതിലേക്ക് അദ്ദേഹം പോയതും അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളുടെ കേന്ദ്രവുമായ കപ്പലാണ് HMS ബീഗിൾ. ഞാൻ വേറൊരു കപ്പൽ പറയട്ടെ. SS പൊങ്കോള. SS പൊങ്കോള. ഗാന്ധി സൗത്ത് ആഫ്രിക്കൻ തിരിച്ചു വന്നു. ഗാന്ധി സൗത്ത് ആഫ്രിക്കൻ തിരിച്ചു വന്ന കപ്പലാണ്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത് SS പൊങ്കോള എന്ന കപ്പലാണ്. ഒരൊറ്റ മലയാളി കവിയുടെ പേരിലെ ഒരു കപ്പലുള്ളൂ. വള്ളത്തോളിന്റെ പേരിലാണ്. വള്ളത്തോളിന്റെ പേരിൽ ഒരു കപ്പലുണ്ടായിരുന്നു. ഓക്കെ, കഴിഞ്ഞില്ല. അത്രയ്ക്ക് ഞാനൊരു ചോദ്യം കൂടെ. മറ്റൊരു കപ്പലിന്റെ പേരാണ് എംഡൻ. അതാ ഞാൻ ആദ്യം മേഫ്ലവറിന് ഉദ്ദേശിച്ച എംഡൻ. ഒരു ജർമ്മൻ കപ്പലാണ്. 2ാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യയുടെ തീരത്തേക്കൊക്കെ വന്നതാണ്. ആ കപ്പലിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മലയാളം വാക്ക് യമണ്ടൻ. വളരെ വലിയ കപ്പലായിരുന്നു കേട്ടോ നിഷാൻ. യമണ്ടൻ എന്നുള്ള മലയാള വാക്കുണ്ടായത് ഈ കപ്പലിൽ നിന്നാണെന്ന്
കേട്ടിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. ചോദ്യം അതായിരുന്നോ? ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ ഓക്കെ. എങ്കിൽ നമുക്ക് നിർത്താം. ഒരു വളരെ കുറച്ച് കാര്യങ്ങളോട് ചോദിച്ചിട്ട് നിർത്തിയേക്കാം, വളരെ എളുപ്പത്തിൽ. മാധവിക്കുട്ടി അറിയാലോ, മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരി, എഴുത്തുകാരി കമലാ സുരയ്യ. അവര് ഇംഗ്ലീഷിലും എഴുതുമായിരുന്നു. ഇംഗ്ലീഷിലും മനോഹരമായിട്ട് കവിതകൾ ഒക്കെ എഴുതും. കവിതകളാണ് ഇംഗ്ലീഷിൽ കൂടുതൽ എഴുതുന്നത്. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ മാധവിക്കുട്ടിയുടെ പേരെന്താണ്? കമലാ സുരയ്യ അല്ല. കമലാ സുരയ്യ ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷമുള്ള പേര്. മാധവിക്കുട്ടി അല്ല. ഇംഗ്ലീഷിൽ എഴുതിക്കൊണ്ടിരുന്ന പേര് ലില്ലി. കട്ട് ചെയ്ത് കളയാനും പറ്റില്ലല്ലോ. കമലാദാസ്. ഏതാ? കമലാദാസ്. ഈ എന്റെ കഥയാണ് ആത്മകഥ എന്ന് പറയുന്നത്. ആത്മകഥ. ആത്മകഥാംശമുള്ള നോവൽ ഏതാ? ഏറ്റവും നമ്മള് മാധവിക്കുട്ടിക്ക് ഒരുപാടുണ്ട്, എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാ നിഷാൻ? മാധവിക്കുട്ടിയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പുസ്തകങ്ങളുണ്ടെങ്കിൽ വേറെ പരിപാടികൾക്കിടയിലാണെങ്കിലും സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ നിഷാനാണ്. നീർമാതളം പൂത്ത കാലം, നഷ്ടപ്പെട്ട നീലാംബരി, അതൊക്കെയാണ് ഏറ്റവും പ്രശസ്തമായ. ഒത്തിരി കഥയുണ്ട് ഇവിടെ. മാധവിക്കുട്ടിയുടെ ഏറ്റവും കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നെയ് പായസമാണ്. ഫുഡിന്റെ കാര്യം വരുമ്പോ ഞാൻ പിന്നോട്ട് പറയില്ല. എങ്കിൽ ഇനി ഒരു രഹസ്യം പറയട്ടെ. 1984 1984 മാധവിക്കുട്ടി നോബൽ സമ്മാനത്തിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1984 കിട്ടിയൊന്നുമില്ല, ബട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. യെസ്, ലിറ്ററേച്ചറിന്. അല്ല, പിന്നെ ഗുസ്തിക്കാണോ? അടുത്തൊരു കേസ്. മാധവിക്കുട്ടി ഈ പറഞ്ഞ പോലെ അവസാന കാലമൊക്കെ ആയപ്പോഴത്തേക്ക് ഇസ്ലാം മതം സ്വീകരിക്കുന്നു. അതുകൂടാതെ രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങി ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയൊക്കെ ഒരു സ്ഥാപിച്ചു. ഓർക്കുന്നുണ്ടോ ആ പാർട്ടിയുടെ പേര്? തീരുവ എന്ന് പറഞ്ഞു മാധവിക്കുട്ടിയുടെ പാർട്ടി. അവന്റെ എഴുത്ത് നിർത്തിയിട്ട് കൂടുവന്ന് ലോകസേവാ പാർട്ടി. കേട്ടോ, ഏതായിരുന്നു? ലോകസേവാ പാർട്ടി. ഇനി ഞാൻ ഒറ്റ ക്വസ്റ്റ്യൻ. ഇപ്പൊ ഈ മാധവിക്കുട്ടിയെ കുറിച്ച് പറയുന്നത് കൊണ്ട്, ആരാണ് മലയാളിയായ ഒരു നടി ഒരു സിനിമയില്? മഞ്ജു വാര്യർ. പോടാ എന്താ ഇനീഷ്യലാണോ? ആ സിനിമയുടെ പേരുടെ പറ. മാധവിക്കുട്ടിയായിട്ട് അഭിനയിച്ചത് മഞ്ജു വാര്യർ. സിനിമയുടെ പേര്? അല്ല 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 ആയിരുന്നു? ആമിയല്ലേ? മാധവിക്കുട്ടി വിളിക്കപ്പെടുന്ന പേര് ആമിയാണ്. ആമി. ഒറ്റ ചോദ്യം കൂടെ. ആമി എന്ന സിനിമ സംവിധാനം ചെയ്താര്? ക്ലൂ തരാം. JC ഡാനിയലിനെ കുറിച്ച് സിനിമ എടുത്തതും പുള്ളിയാ. കമലാണ് ആ സിനിമ എടുത്തത്. ഓക്കെ, അടുത്തത്. മാധവിക്കുട്ടിയുടെ തറവാട് പാലക്കാട്, തൃശ്ശൂർ ജില്ലയിലാണ്. അത് വേറെ കാര്യം. ആ തറവാടിന്റെ പേര്? മാധവിക്കുട്ടിയുടെ തറവാടിന്റെ പേര് ഒരു സംഖ്യയുണ്ട് തുടങ്ങാൻ. 7. രണ്ടാമത്തെ പോർഷൻ പാട്ടുണ്ട്. രണ്ടാമത്തതിൽ ഇതിൽ പാട്ടെന്ന് രണ്ടാമത്തത് അവസാനിക്കുന്ന പാട്ടില്ല. 1 പാട്ട്, 2 പാട്ട്, 3 പാട്ട്, 4 പാട്ട്, 4 പാട്ട്. എന്തോ നാടാ? തൃശ്ശൂർ പുന്നയൂർക്കളത്ത് നാലപ്പാട്ട് തറവാട്ടിലാണ് മാധവിക്കുട്ടി. മാധവിക്കുട്ടിയുടെ അമ്മയെ അറിയാവോ? മാധവിക്കുട്ടിയുടെ അമ്മയെ അറിയാവോ? ബാലാമണിയമ്മ. നിഷാൻ നിബി പകച്ചിരിക്കുവാണ്. അവനതൊന്നും മനസ്സിലായിട്ടില്ല. എന്തോ? മാതൃത്വത്തിന്റെ കവയത്രി എന്നറിയപ്പെടുന്നത് ബാലാമണിയമ്മയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫാനൊന്നും ഇടാത്തത് കൊണ്ട് രണ്ടുപേരും വേർത്ത് കുളിച്ചിരിക്കുന്നതുകൊണ്ട് ഇപ്പൊ കറക്റ്റ് ടൈം എത്രയാ? രാത്രി 11:30 ആയതുകൊണ്ടും നമുക്ക് തൽക്കാലം നിർത്താം. പിന്നെ പലരും ഇനിയും നമ്മുടെ ഇതാണ് എന്റെ ഇന്ത്യയിൽ ജോയിൻ ചെയ്യാൻ ഒരുപാട് പേര് അവശേഷിക്കുന്നു. അതെ, ഇന്ത്യയെ കുറിച്ചൊക്കെ ഇത്രയും രസകരമായ രീതിയിൽ കഥകളിലൂടെയൊക്കെ പറഞ്ഞ് ഞാൻ ഉണ്ടാക്കാത്തൊരു പോസ്റ്റർ ഇവിടെ പ്രദർശിപ്പിക്കുന്നതായിരിക്കും. ഇന്ത്യയെ കുറിച്ചൊക്കെ നന്നായിട്ട് ആ രീതിയിൽ അടുത്ത വർഷമൊക്കെ മത്സരങ്ങൾക്കും അല്ലാതെ ഇന്ത്യയെ കുറിച്ച് അറിയാൻ
നമുക്ക് നല്ലൊരു മെത്തേഡാണ് ഞങ്ങളിപ്പോ ഈ തുടങ്ങുന്ന. അതെ, നമുക്ക് അത്യാവശ്യം ഇന്ത്യയെ കുറിച്ച് പഠിക്കാം, കറണ്ട് അഫയേഴ്സ് പഠിക്കാം, ക്വിസ് മത്സരങ്ങൾക്ക് മാത്രമല്ല കണക്കിനോട് താല്പര്യം തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ടുള്ള ചോദ്യോത്തരായിരിക്കത്തില്ല. 5 മാസം നീളുന്ന വീഡിയോ ക്ലാസ്സും ഓഡിയോ ക്ലാസ്സും രസമുള്ള ആക്ടിവിറ്റികളും ഒക്കെ ചേർന്ന ഒരു ചെറിയ എന്നാൽ ബൃഹത്തായ പഠന പദ്ധതിയാണ്. ഒക്ടോബർ ആണ്, തുച്ഛമായ ഫീസല്ലേ ഉള്ളൂ 5 മാസത്തേക്ക്. ഒക്ടോബർ തൊട്ട് ഫെബ്രുവരി 5 മാസം ആയതുകൊണ്ട് 500 രൂപ മാത്രം. അപ്പോൾ വളരെ പെട്ടെന്ന് 500 രൂപ അടച്ച് ജോയിൻ ചെയ്യുക. ഒക്ടോബർ ആദ്യം തന്നെ ക്ലാസ് തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ശരി. ഞങ്ങളെന്നാ ഞങ്ങളുടെ ബാക്കി സ്കൂളിലെ പഠന കാര്യങ്ങളിലേക്ക് കടന്നിട്ട് ഉറങ്ങാൻ പോണം. കൂടുതലൊന്നും പറയുന്നില്ല. പിന്നാലെ ഒരു പുതിയൊരു വീഡിയോ. അപ്പോൾ വേണ്ട, നമുക്ക് അപ്പോൾ ഇല്ലാതെ രാവിലെ 8 മണി വരെ കിടന്ന് ഉറങ്ങാനുള്ളതാണ്. പറ. ഇനി പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും നിശാനൊപ്പം.